ഒരു കാട്ടിൽ ഒരു കരടിയച്ചായനുണ്ടായിരുന്നു. ഈ കരടിക്ക് തേൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അലമാരയിൽ നോക്കിയപ്പോൾ തേൻ തീർന്നിരിക്കുന്നു. ഓ നോ നോ ഹണി! കരടി സങ്കടപ്പെട്ടു. തേൻ തേടി അവൻ കാട്ടിലേക്കിറങ്ങി. നടന്ന് നടന്ന് ഒരു മരത്തിൽ നിറയെ തേനുള്ള ഒരു കൂട് കണ്ടു. മണം വന്നപ്പോൾ വായിൽ വെള്ളമൂറി. കരടി വേഗം കൈയിട്ട് തേനെടുക്കാൻ നോക്കി. അപ്പോൾ ഒരു തേനീച്ച പുറത്തു വന്നു. ഹേയ് കരടി, ഓടിപ്പോ, ഇത് നിന്റെ തേനല്ല. കരടിക്ക് ദേഷ്യം വന്നു. അവൻ തേനീച്ചയോട് പറഞ്ഞു, ഞാൻ നിന്നേക്കാൾ വലുതാ, ഞാൻ ശക്തനാ, ഞാൻ വിചാരിച്ചാൽ എന്തും ചെയ്യും. പോ പോ. വീണ്ടും തേനീച്ച അവന്റെ മൂക്കിന് കുത്തി. അയ്യോ എന്റെ മൂക്ക്! കരടി അലമുറയിട്ടു. ദേഷ്യം വന്ന കരടി ഒരു വലിയ വടിയെടുത്ത് തേനീച്ചയെ അടിക്കാൻ നോക്കി. പക്ഷെ തേനീച്ച വളരെ വേഗത്തിൽ ഒഴിഞ്ഞു മാറി. ഇത് കണ്ടതും കരടിയുടെ ദേഷ്യം ഇരട്ടിയായി. നിന്നെ ഞാൻ കൊല്ലും! തേനീച്ച വേഗം കൂട്ടിലേക്ക് കയറി. ആഹാ, ഇപ്പോൾ നീ കുടുങ്ങി! കരടി അലറി. അവൻ വടിവെച്ച് കൂട് തല്ലിപ്പൊളിച്ചു. ഒരു സ്ട്രേഞ്ച് ശബ്ദം കേട്ടു. ശബ്ദം കൂടി കൂടി വന്നു. ആയിരക്കണക്കിന് തേനീച്ചകൾ പുറത്തേക്ക് വന്നു. അവ കരടിയുടെ തലയ്ക്ക് ചുറ്റും പറന്നു. സിംഗ് ചെവിയിൽ കുത്തി, സിംഗ് കൈമുട്ടിൽ കുത്തി. തേനീച്ചകൾ കരടിയെ കാട്ടിലൂടെ ഓടിച്ചു. കയ്യിലും കാലിലും മൂക്കിലും എല്ലാം കുത്തേറ്റു. കരടി ജീവനും കൊണ്ട് വീട്ടിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. അപ്പോൾ പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. അത് കരടിയമ്മയായിരുന്നു. നിങ്ങൾ വീണ്ടും ദേഷ്യപ്പെട്ടല്ലേ? തേനീച്ചയെ പേടിച്ച് ഓടി വന്നതാണോ? കരടി വേദനയോടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അതെ, അവ എന്നെ കുത്തി. കരടിയമ്മ സ്നേഹത്തോടെ പറഞ്ഞു. കണ്ടോ, മുൻകോപം എന്നും ആപത്താണ്. എല്ലാത്തിനും ഒരു വഴിയുണ്ടാകും. ദേഷ്യപ്പെട്ട് എടുത്തു ചാടരുത്. എന്നിട്ട് കരടിയമ്മ മരുന്നെടുത്ത് കുത്തേറ്റ സ്ഥലങ്ങളിൽ പുരട്ടി. അവർ പറഞ്ഞു, പിന്നെ തേൻ നമ്മുടെ അലമാരയിൽ ആ മാവിന്റെ പാത്രത്തിന് പിന്നിൽ തന്നെയുണ്ടായിരുന്നു. കൂട്ടുകാരെ, ഈ കരടിയച്ചായന് ദേഷ്യം വന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അല്ലേ? തേനീച്ചയുടെ കുത്തുകൊണ്ട് വേദനയും സഹിക്കേണ്ടി വന്നു. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ദേഷ്യപ്പെടാനോ വാശി പിടിക്കാനോ പാടില്ല. എന്ത് പ്രശ്നം വന്നാലും സ്നേഹത്തോടെയും സമാധാനത്തോടെയും കൈകാര്യം ചെയ്യണം കേട്ടോ. കൂടുതൽ രസകരമായ കഥകൾക്കും വീഡിയോകൾക്കുമായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.